പക്ഷേ വിസയ്ക്ക് ഡേറ്റ് ഒക്കെ എടുത്ത് ആദ്യത്തെ ആഴ്ചയപ്പോഴത്തേനും അവർ വിളിച്ചിട്ട് പറഞ്ഞു കോൺട്രാക്റ്റ് ഈ വർഷം ഇനി പറ്റത്തില്ല, ഇനി അടുത്ത വർഷമേ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര ഡിപ്രസ്ഡായി. കാരണം ഞാൻ 2 വർഷത്തോളമായിട്ട് ഇതിനു വേണ്ടി പുറകെ നടക്കുമായിരുന്നു. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് കുറേ കരഞ്ഞ് പ്രാർത്ഥിച്ചു, എന്തിനാ ഇങ്ങനെ വീണ്ടും താഴ്ചയിലേക്ക് വിടുന്നത്, കുറേ ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, അമ്മ എന്തെങ്കിലും നല്ലതിന് വേണ്ടിയായിരിക്കും, ഇതിൽ കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാവും, ഒക്ടോബർ ആകുമ്പോഴത്തേനും എനിക്ക് എല്ലാം ശരിയാവണം, എനിക്ക് ഈ വർഷം പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ ഏജൻസിയിലൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ കുറേ സ്ഥലത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, 9 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിൽ 6 ഞാൻ പാസ്സായി. പക്ഷേ എനിക്ക് കോൺട്രാക്റ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ജർമ്മനി ചിലപ്പോൾ ഇനി നടക്കില്ലായിരിക്കും, നമുക്ക് വേറെ എന്തെങ്കിലും കൺട്രി നോക്കാം, വേറെ എവിടെയെങ്കിലും പോവാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇല്ല നമുക്ക് നോക്കാം, എന്തായാലും ഇതുവരെ ആയതല്ലേ, ഒരിക്കലും ഇനി ഒക്ടോബർ ഇൻടേക്ക് പോസിബിൾ അല്ല, ഇനി മാർച്ചിലേക്കാണ് പറ്റുള്ളൂ എന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ എനിക്ക് ഒക്ടോബർ 2ാമത്തെ ആഴ്ചയായപ്പോഴത്തേനും ജർമ്മനിയിൽ നിന്ന് ഏജൻസി ഒന്നും അല്ലാണ്ട് ഒരു കോൺടാക്റ്റ് കിട്ടുകയും അവർ ത്രൂ പെട്ടെന്ന് ഇൻ്റർവ്യൂ ശരിയാവുകയും ഞാൻ പ്രാർത്ഥിച്ചതുപോലെ 27ാം തീയതി എനിക്ക് വിസയ്ക്കുള്ള എല്ലാ പേപ്പറും കിട്ടി. 28ാം തീയതി